അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? വീടിൻ്റെ ഡീറ്റെയിൽസ് പലരും കമൻറ്റ് ചോദിച്ചായിരുന്നു. പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇത് എങ്ങനെ വാങ്ങിച്ചത് എന്ന് നമ്മൾ പറയാമെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ വീട് നോക്കുമ്പോൾ ആദ്യം ഒരു ഇൻ്റർനെറ്റിൽ ഒന്ന് റെഫർ ചെയ്യുന്നുണ്ട്. കുറേ വെബ്സൈറ്റുകളുണ്ട്. സെല്ലോയ്, റെഡ്ഫിന്, അങ്ങനെ എല്ലായിടത്തും ഉണ്ടല്ലോ വെബ്സൈറ്റുകളിൽ റെഫർ ചെയ്താൽ നമുക്ക് അവിടുത്തെ പ്രൈസ് കിട്ടും. നമ്മളിവിടെ പുതിയ ആൾ ആയതുകൊണ്ട്, പുതിയതെന്ന് വെച്ചാൽ വീട് വാങ്ങിക്കുന്നതിൽ ആദ്യത്തെ വീടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി വലിയ ഇൻഫർമേഷൻ കാണത്തില്ല. നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം, അപ്പോൾ അതിനുമായിട്ട് ചേർന്ന് കിടക്കുന്ന കുറേ ഏരിയകൾ, അവിടെയുള്ള വീടുകൾ വിറ്റുപോയതോ അല്ലെങ്കിൽ ഇപ്പോൾ വിൽക്കാനിട്ടേക്കുന്നതോ അല്ലെങ്കിൽ വിൽക്കാനില്ലെങ്കിൽ കൂടി അതിൻ്റെ എല്ലാം വില അതിനകത്തുണ്ടാകും. എന്നുവെച്ചാൽ എക്സാക്റ്റ് വില ആയിരിക്കത്തില്ല, ഒരു ആവറേജ് ഇപ്പോൾ എന്താണ് അതിൻ്റെ വില, മാർക്കറ്റ് പ്രൈസ് എന്താണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ കറണ്ട് വില അനുസരിച്ചാണ്. പണ്ട് അവർ വാങ്ങിച്ചത് ചിലപ്പോൾ കൂടിയിട്ടായിരിക്കാം, കുറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ പൊതുവേ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വീട് വാങ്ങിക്കുന്നവരുടെ എണ്ണവും കുറവാണ്. ഞാൻ താമസിക്കുന്നത് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് ഭാഗത്താണ്. അപ്പോൾ പല സ്ഥലത്തും പല രീതിയാണ്, പല റേറ്റാണ്. അത് നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള റേറ്റ് വെച്ച് ഒരു റെഫറൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഓരോ വീടിൻ്റെയും ആ വില അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ ഈ നമ്മളിപ്പോൾ നോക്കുന്ന ഫോർ സെയിൽ ഇട്ടേക്കുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അവർ എത്ര പ്രൈസിനായിട്ട്, നേരത്തെ അവർ വാങ്ങിച്ചു പോയ റേറ്റ് എത്രയാണ്, എല്ലാം ഉണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങൾ. കുറച്ച് ഇൻഫർമേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ റിയാലിറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യണം, ഒരു ബ്രോക്കർ, നമ്മുടെ ഏജൻറ്റ്. അപ്പോൾ ഏജൻറ്റ് ഇല്ലാതെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറയുന്നു, എൻ്റെ വീട് വിൽക്കാനുണ്ട്, അപ്പോൾ നീ വാങ്ങിച്ചോ. നമുക്ക് ആ വീടിനെ പറ്റി ഒരു വിവരവും ഇല്ല. കാര്യമെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ചെറിയൊരു പണിക്കും ഭയങ്കര തുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾക്കൊരു വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 to 40% വർക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഒരാൾ വർക്കറിനെ വിളിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഭീമമായ തുക കൊടുക്കണം. പെയിൻ്റ് അടി, അല്ലെങ്കിൽ റിപ്പയർ, ഈ ചെറിയ ചെറിയ ബൾബിൻ്റെ പരിപാടി, അങ്ങനെയുള്ള നമ്മളെക്കാൾ ചെയ്യുന്ന എല്ലാം നമ്മൾ ചെയ്യണം. മാക്സിമം പെയിൻ്റ് അടി വരെ സാധാരണ സ്വന്തമായിട്ട് അവിടെ ചെയ്യുന്നത്. അത്രയ്ക്കാണ് കാര്യം. നല്ലൊരു തുകയാണ്. അതുകൊണ്ട് ഒരു വീടിനെ സംബന്ധിച്ച് ആ വീടിന് എന്തെങ്കിലും ചോർച്ച അല്ലെങ്കിൽ വലിയ വലിയ ഡാമേജുകളുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. അപ്പോൾ അതിനാണ് ഒരു ഏജൻറ്റ്, ഒരു റിയാലിറ്ററിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. നമുക്കൊരു ഏജൻറ്റ് ഉണ്ടായിരുന്നു, സോർണ എന്ന് പറഞ്ഞ്. ഡോക്യുമെൻറ്റോ അല്ലെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവർ പറഞ്ഞു തരുന്നു. അപ്പോൾ അവർ ത്രൂവിലാണ് നമ്മൾ വീട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന വീടിൻ്റെ മുമ്പിലെല്ലാം ഇതുപോലൊരു ബോർഡുണ്ടാകും. ഒരിക്കലും ആ വീട്ടുകാരോട് പോയി ചോദിക്കത്തില്ല. അതിൽ ഏജൻറ്റിൻ്റെ, അവരുടെ ഈ വീട്ടുകാരുടെ ഏജൻറ്റിൻ്റെ പേരും ഡീറ്റെയിൽസും ഉണ്ടാകും. നമ്മൾ അവരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. 2-3 രീതിയുണ്ട്. ഒന്ന് നമുക്ക് ഓൺലൈനിൽ കാണാം. ഈ മോസ്റ്റ് ഓഫ് ഒരു 90% ഇവർ കാണുന്നത് ഈ ഓൺലൈനിൽ കാണുന്നതാണ്. അത് നമ്മൾ പറയും, ഇന്നൊരു വീടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പോകണോ, ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. അപ്പോൾ നമുക്കത് വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. കംപ്ലീറ്റ് അതിൻ്റെ ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ അതെന്താ എത്ര പൈസ ഇട്ടേക്കുന്നുണ്ട്, എത്ര ബെഡ്റൂമാണുണ്ട്, ഓൾമോസ്റ്റ് ഒരു 20 to 30% അവിടെ നമുക്ക് കണ്ടു കഴിയാം. അപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ഡയറക്റ്റ് പോയി കണ്ടാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ കുറേ വീടുകൾ ലാസ്റ്റ് 3 months ആയിട്ട് നമ്മൾ പോയി കണ്ടു. വർഷങ്ങളായിട്ട് നോക്കും, ചിലർ ഇഷ്ടപ്പെടും, ചിലർക്ക് പിന്നെ സമയമെടുക്കും. അങ്ങനെ ചിലർ നേരത്തെ വാങ്ങിക്കുന്നതിനേക്കാളും. അപ്പോൾ നമ്മളൊരു 3 മാസം എടുത്തപ്പോഴാണ് ഈ വീട് വാങ്ങിയത്. നോക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ ലോസ് ആഞ്ചലസിൽ എന്തെങ്കിലും ക്രാക്ക് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്തെങ്കിലും വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഒളിച്ചിട്ട് പോകാൻ പാടില്ല, ഒളിക്കാൻ പാടില്ല, ഒളിക്കത്തുമില്ല ആരും. ഒളിച്ചു വെച്ച് സെയിൽ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയറാണ് ഇവിടെ കാര്യം. ഇവരൊരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുണ്ട് വിൽക്കുന്നതിന് മുമ്പ്. ഇപ്പം ഞാനിത് വിൽക്കുവാണെങ്കിൽ ഞാനൊരു വീടിൻ്റെ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് കംപ്ലീറ്റ് അവർ ഇൻസ്പെക്ട് ചെയ്യും. വെള്ളം വീഴുന്ന എത്ര ഫോഴ്സ് ഉണ്ട്, പിന്നെ എവിടെയെങ്കിലും പെയിൻറ്റ് പോയിട്ടുണ്ടോ, അതുൾപ്പെടെ A to Z അതിൻ്റെ റിപ്പോർട്ടാണ് നമ്മളെ ആൾക്കാർ സെയിൽ ചെയ്യുന്നത് വെച്ചാൽ അവർ കാണിക്കണം. ഇതിനെന്തൊക്കെ വിഷയങ്ങളുണ്ട്, ഇവിടെ ചെറിയ ചോർച്ചയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ചെറിയ ക്രാക്കുണ്ട്, അല്ലെങ്കിൽ ചെറിയ പൊട്ടലുണ്ട്. ഇത് കണ്ടിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഈ വീട് വേണോ വേണ്ടേ എന്ന്. വെളിയിൽ നിന്ന് കാണുന്ന പോലല്ല വീടുകൾ. വെളിയിൽ നിന്ന് നല്ല ഭംഗിയായിരിക്കും ചിലപ്പോൾ, ഉള്ളോട്ട് കയറുമ്പോഴാണ് അതിൻ്റെ ചില വിഷയങ്ങളുണ്ട് എന്നറിയുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ട് വിഷയങ്ങളാണ് ഈ വീടിനുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾ ആകുമ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ചെറിയ പ്ലംബിംഗ് ലീക്കോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞങ്ങൾ മാറുന്നതിന് മുമ്പ് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് നമ്മൾ സോൾവ് ചെയ്തു. അവർ പറഞ്ഞ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പിന്നെ അവരുടെ റിപ്പോർട്ട് നമുക്ക് 100% വിശ്വസിക്കണമെന്നില്ല, വിഷയമില്ല ഇവിടെ. എങ്കിലും നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടി നമുക്കും വേണം ഇൻസ്പെക്ട് ചെയ്യാം. ഞങ്ങളും ഈ വീട് നമ്മുടെ രീതിയിൽ ഇൻസ്പെക്ട് ചെയ്തായിരുന്നു. അതിന് നമ്മളെ പൈസ കൊടുക്കണം. അപ്പോൾ ആ വീട് വാങ്ങിച്ചാലും ഇല്ലേ ആ പൈസ പോകാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ വീട് ഇൻസ്പെക്ട് ചെയ്ത ശേഷം ഇഷ്ടപ്പെട്ടില്ല, ആ പൈസ പോകും. അത് നമ്മൾ സ്വന്തമായിട്ട് വെളിയിൽ നിന്ന് വിളിച്ചു
നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടി. അപ്പം നമ്മൾ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആ ഇൻസ്പെക്ടറും പറഞ്ഞു. വലിയ വ്യത്യാസമൊന്നും വന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈവൻ ഇവിടെ ഒരു ചെറിയൊരു ലൈൻ ഉണ്ടെങ്കിലും അവർ പറഞ്ഞു തരും. ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ ഇത്രയും പോയിട്ടുണ്ട്. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള ഇൻസ്പെക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏജൻ്റ് ത്രൂവിലാണ് നമ്മൾ ഇവർ കോണ്ടാക്ട് ചെയ്യുന്നത്. അടുത്ത വിഷയം എന്ന് വെച്ചാൽ ഈ ഓണറുമായിട്ട് നമുക്കൊരു പക്ഷേ കാണേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ വാങ്ങിക്കുന്ന ആരാന്ന് ചിലപ്പോൾ നമുക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾ ഈ ഓണറിനെ കണ്ടേക്കുന്നത് ഒരു ദിവസം 1 മണിക്കൂർ, ആകെ കൂടി 1 മണിക്കൂർ 20 മിനിറ്റാണ്ട് ആകെ കൂടി കണ്ടേക്കുന്നത്. അത് കാണേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം വേണം, പല സാധനങ്ങൾ അവർ നമ്മൾ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിനു വേണ്ടി ചോദിക്കാൻ വേണ്ടി നമ്മളെ കാണിക്കാൻ വിളിച്ചതാണ്. നമ്മളെ ഫുൾ കോണ്ടാക്റ്റും നമ്മുടെ ഏജൻറ്റുമായിട്ടാണ്. ഞാൻ ഓണർക്കും ഏജൻറ്റുണ്ട്. അപ്പോൾ ഇവരും കോണ്ടാക്ട് ചെയ്യുന്ന ആ ഏജൻറ്റിനെ. അപ്പോൾ ഈ 2 റിയാൽറ്റേഴ്സ് തമ്മിലാണ്, അവരുടെ റിയാൽറ്റും നമ്മുടെ റിയാൽറ്റർ തമ്മിലാണ് എല്ലാ പ്രശ്നവും, എല്ലാ ബാർഗെയിനോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സംസാരിക്കുന്നത്. കസ്റ്റമറും നമ്മളുമായിട്ട്, അത് പഴയ ഓണറും നമ്മളുമായിട്ട് ഒരു സംസാരം ഇതുവരെ നടന്നിട്ടില്ല, ഒരു പ്രൈസ് നടന്നിട്ടില്ല. എല്ലാം നമ്മൾ ഇവരോട് പറയും, ഇവർ പറയും. അതാണ് ഇവിടുത്തെ ഒരു രീതി. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. വീട് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കണ്ടു, അതിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണേൽ കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും റിപ്പയർ ഉണ്ട്, മെയിൻ റിപ്പയർ ഉണ്ട്, അത് നിങ്ങൾക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ മാറ്റിത്തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ പ്രൈസ് ഒന്ന് കുറയ്ക്കാം. അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ നമുക്കൊരു വീട് കാണാൻ പോകുന്നത് എങ്ങനെ, ആദ്യം ഈ ഏജൻറ്റ് വിളിക്കും. അവിടെ ചിലപ്പോൾ MT ആയിരിക്കും, അവർ ഇട്ടിട്ട് വേറെ സ്ഥലത്ത് അവർ വീട് വാങ്ങിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് അടച്ചു പൂട്ടിയിട്ടേക്കുമായിരിക്കും. ഇപ്പോൾ വെളിയിലൊരു കീ വെക്കുന്നൊരു സെക്ഷനുണ്ട്. അപ്പോൾ അവരുടെ ഈ ഏജൻറ്റും നമ്മളുമായിട്ടാണ് വരുന്നത്. അവരുടെ ഏജൻ്റ് അല്ല കേട്ടോ, നമ്മുടെ ഏജൻറ്റും നമ്മളുമായിട്ട് വന്നിട്ട് അവരുടെ ഒരു മൊബൈൽ ആപ്പുണ്ട്, ഒരു സിസ്റ്റത്തിൽ വെച്ചിരിക്കുകയാണ് വെളിയിൽ, എല്ലാ വീടിൻ്റെയും വെളിയിൽ, ഇതുള്ള വിൽക്കാനുള്ള വീടിൻ്റെ വെളിയിൽ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് അൺലോക്ക് ചെയ്യണം. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഓൺലൈനിൽ ആരാണ് ഇത് അൺലോക്ക് ചെയ്യുക, അവരുടെ വീട്ടിൽ കയറിയെന്നുള്ളത്. അപ്പോൾ ആ അൺലോക്ക് ചെയ്ത കീ എടുത്തിട്ടാണ് നമ്മളെ ഇതുകൊണ്ട് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാം, റിയാലിറ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ ഏജൻ്റ് ആകുന്നതിന് നമുക്കിപ്പോൾ ഞാൻ നാട്ടിൽ പോയി എനിക്കും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ വിളിച്ച് കാണിക്കടാ, ഇതാണ്ടോ ഈ പ്രോപ്പർട്ടി ഉണ്ട്, ഞങ്ങൾക്ക് വേണോ, അല്ലെ നമ്മുടെ അപ്പുറത്തൊരു വീട് കൊടുക്കാറുണ്ട്, വേണോ, നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ഇവിടെ അത് പറ്റത്തില്ല. റിയാലിറ്റർ എന്ന് വെച്ചാൽ ഒരു ലൈസൻസ്ഡ് ഏജൻ്റ് ആയിരിക്കണം. ലൈസൻസ് കിട്ടണേ 6 മാസത്തെ കോഴ്സുണ്ട്. അത് പഠിച്ചിട്ട് ടെസ്റ്റ് എഴുതി പാസ്സാകണം. പാസ്സായിട്ട് പിന്നെ ഒരു റിയൽ എന്ന് വെച്ചാൽ യഥാർത്ഥ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിൻ്റെ അണ്ടറിൽ, അല്ലെ ലോയറുടെ കാര്യം പറഞ്ഞ പോലെ 3 വർഷം മിനിമം ജോലി ചെയ്യണം. എന്നിട്ട് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ആ സമയത്ത് അവർ സെല് ചെയ്യാം. പക്ഷേ പഠിക്കണം. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമെന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും പഠിക്കുന്നതായിരിക്കത്തില്ല. പിന്നെ പ്രാക്ടിക്കലി വരുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രൊസീജിയറാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ബ്രോക്കറിൻ്റെ ജോലി. റിയൽറ്റേഴ്സ് വന്നിട്ട് നമ്മളെ തുറന്ന് വീടെല്ലാം കാണിക്കും. അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് മുമ്പേ പറഞ്ഞ പോലെ ബാക്കി പ്രൊസീജിയറിലോട്ട് പോകുന്നത്. അതുകൂടാതെ വേറൊരു രീതിയുണ്ട്, ഓപ്പൺ ഹൗസ്. ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു വീട് വിൽക്കാറുണ്ട്. വീക്കെൻഡിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ സാറ്റർഡേ സൺഡേ ആയിരിക്കും ഇത് മോസ്റ്റ് ഓഫ് ദ വീട് ഇങ്ങനെ ഓപ്പൺ ഹൗസ് എന്ന് കിട്ടുന്നത്. കാരണം ആൾക്കാർക്ക് അവധിയുള്ള ദിവസങ്ങളിൽ വന്ന് ഇപ്പോൾ എന്നാൽ ഇറങ്ങുക, സ്ട്രീറ്റിലോട്ട് ഇറങ്ങുക, അല്ല എവിടെയായിട്ട് ഇറങ്ങുക. അപ്പോൾ അവിടെ ബോർഡുണ്ടാകും, ഓപ്പൺ ഹൗസ്. നമുക്ക് ഡയറക്റ്റ് കയറി ആ വീട് കാണാം. അപ്പോൾ രാവിലെ ഇത്ര സമയം തൊട്ട് ഇത്ര മണി വരെ അത് ഓപ്പൺ ചെയ്തിട്ടേക്കും വീട്. അവിടെ ഒരു ഏജൻറ്റും ഉണ്ടാകും, അത് വിൽക്കുന്ന ആളുടെ ഏജൻറ്റ്. നമ്മുടെ ഏജൻറ്റ് ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് പോയി കാണാം. എത്ര വീട് വേണേൽ കാണാം, വഴിയിൽ പല വീട് കൊണ്ടേ കാണാം. അപ്പോൾ അങ്ങനെ അവർ നല്ല നീറ്റാക്കി വീടിട്ടിരിക്കും, നമുക്കവിടെ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ഓണറുടെ ഏജൻറ്റിനോടല്ല പറയണ്ടേ, നമുക്കത് പറയാം നമ്മുടെ ഏജൻറ്റിനോടാണ്. ഇന്ന അഡ്രസ്സിൽ ഇന്ന വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് അവരുടെ ആക്സസ് വെച്ച് ഈ ഏജൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അത് കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും. ഇഷ്ടപ്പെട്ടാൽ നമുക്കതിനെ പ്രൊസീഡ് ചെയ്യാം. ഇവിടെ കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ എർത്ത് ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് കട്ട സിമെൻറ്റ് വെച്ചൊന്നും പണിയാൻ പറ്റത്തില്ല വീടുകൾ. അതുകൊണ്ട് ഇവിടുത്തെ ലീഗലി അലൗഡ് ചെയ്തിരിക്കുന്നത് വുഡ് പാനൽസ് ആണ്. സ്റ്റീൽ സ്ട്രക്ചർ വെച്ച് പണിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ വുഡ് പാനൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിക്കാൻ ടച്ച് ചെയ്ത് ഇവിടെ ഇതിൻ്റെ വോളെല്ലാം അങ്ങനത്തെയാണ്. നേരെ ബാറിലോട്ടാണല്ലോ വന്നേ. ഇത് കണ്ട, വെറും വുഡ് പാനലാണ്. അപ്പോൾ സ്റ്റീൽ സ്ട്രക്ചർ വെച്ചിട്ട് 2 സൈഡിൽ തടിയുടെ പാനൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് പണിയുന്നത്. കാര്യം ഇത് ഇടിഞ്ഞു വല്ലതും വീണാൽ താഴെയുള്ളവർക്കൊന്നും പറ്റരുത്. കാര്യം ഞാനിവിടെ വന്നതിന് ശേഷം തന്നെ 4-5 തവണ എർത്ത് ഞാൻ കുലുങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കോമൺ ആണ് ഇവിടെ. അതുകൊണ്ട് വലിയ
വലിയ കാര്യമായിട്ട് നമ്മൾ നോക്കില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ മഴയെന്ന് പറയുന്ന പോലെ വെള്ളപ്പൊക്കം. നമ്മുടെ കൊച്ചിയിലെ വീട്ടിലൊക്കെ എല്ലാ വർഷവും മിക്കവാറും മഴയത്ത് വെള്ളം കയറും. മുട്ടറ്റം വരെ ഉള്ള എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇവിടെ അടുത്ത് കേൾക്ക്. ഇപ്പോൾ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ തുകയുടെ 3% നമ്മൾ കെട്ടി വെക്കണം. അതാണ് എഗ്രിമെൻറ്റ്. നമ്മുടെ ആധാരമെഴുത്തുണ്ടല്ലോ, അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസ്, ഇതെല്ലാം കൂടെ ചേർന്നൊരു സംവിധാനമാണ് എസ്ക്രോ എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഒരു സംരംഭമാണ്. അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഡോക്യുമെൻറ്റേഷൻ. അവിടാണ് നമ്മൾ ഈ പൈസ കെട്ടി വെക്കേണ്ടത്. നമുക്ക് ആ സമയത്ത് അവരുടെ ഈ 18 അല്ലെങ്കിൽ 28 ഒരു മാസത്തിനുള്ളിൽ ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറ്റി, എഗ്രിമെൻ്റ് അല്ല ഫൈനൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് ആ പൈസ പോകും, അവർക്ക് കിട്ടും. ഒരു ഈ പറഞ്ഞ ഓണർക്ക് അവർക്ക് നഷ്ടപരിഹാരം 1 മാസം അവരെ ഹോൾഡ് ചെയ്തതിന്. കാര്യം അവർക്ക് ഇത്ര നാൾ അവരുടെ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റിയില്ലല്ലോ. അതുപോലെ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് എത്ര വേണേൽ ഇടാം. ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് 5% തൊട്ട് ഇടാം, 5% മതി. ബാക്കി അവിടെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഓപ്ഷൻ. ഇപ്പോൾ ഇനി എല്ലാ മാസവും എനിക്ക് അടയ്ക്കേണ്ടത് $5080 വരുന്നുണ്ട്. EMI $850 എല്ലാ മാസവും ടാക്സ് അടയ്ക്കണം. അതും ഈ 5080 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ടാക്സ് ഇത്രയും വരുന്നുണ്ട് ഇവിടുത്തെ ഈ വീടിന്. നമ്മൾ ലോൺ എടുത്തേക്കുന്നത് 30 വർഷത്തേക്കാണ്. ഇടയ്ക്ക് കിടക്കുന്ന ഒരു ആളാണ് എസ്ക്രോ. അവരാണ് പേപ്പറെല്ലാം വന്ന് സൈൻ ചെയ്യിക്കുന്നത്. പഴയ ഓണർ അവരുടെ ഏജൻറ്റ് നമ്മളെ വെരിഫൈ ചെയ്യും. എങ്ങനെ വെരിഫൈ ചെയ്യുന്നത്? ഇയാൾ വാങ്ങിക്കാൻ പ്രാപ്തനാണോ. അപ്പോൾ നമ്മൾ ബാങ്കിൽ ത്രൂവിൽ പോയി ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം. മാസം കിട്ടുന്ന ശമ്പളവും ബാക്കി എല്ലാ തുകയും വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു തുക തരാം, ഇത്ര തരാം എന്ന് പറഞ്ഞു വരിക്കും. ഇത് നമ്മൾ അവരെ കൊണ്ട് കാണിക്കണം. ഇത്ര അവർ പ്രീ അപ്രൂവ്ഡ് ലോൺ എന്ന് പറയും. അത് നമുക്ക് അവരെ കൊണ്ട് കാണിക്കണം. അപ്പോൾ അവർക്ക് ഓക്കെ ആവും. ഓക്കെ, ബാങ്ക് വന്നാണല്ലോ, ബാങ്ക് ഇവർക്ക് ഇത്ര പൈസ ഇവർക്ക് തരാൻ പറ്റും, ഇവർ വാങ്ങിക്കാൻ പ്രാപ്തരായിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞ് അവർക്ക് പ്രൂവ് ആവും. എങ്കിൽ മാത്രമേ അവർ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. മാക്സിമം ഒരു 10-12 ദിവസത്തിനുള്ളിൽ എല്ലാം എത്ര പൈസ ഉണ്ടോ നമ്മൾ ആവശ്യമുള്ള തുക അവർ തരും. നമുക്കല്ല, അവർ ഡയറക്റ്റ് എസ്ക്രോയിൽ ത്രൂവിൽ ഈ ഓണർക്കേ കൊടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഒരിക്കലും ഞങ്ങളുടെ ലോൺ എടുത്ത ആളെ ഇതുവരെ കണ്ടിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാര്യം അത് ഓൺലൈനായിരുന്നു. അവർ പറഞ്ഞ് ഫോമുകൾ ഫില്ല് ചെയ്യും, എല്ലാം ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്ത്. ആരാണെന്ന് നമുക്ക് ഒരു പേരറിയാം, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് മതി, നമ്മളെ കണ്ട ആവശ്യമില്ല. തിരിച്ച് നമുക്ക് നമ്മുടെ എസ്ക്രോയിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഡോക്യുമെൻ്റ് എല്ലാം സൈൻ ചെയ്യിച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ നമുക്കറിയാം രജിസ്റ്റർ ഓഫീസിൽ പോയി കുറേ പരിപാടികളൊക്കെ ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഉള്ളത് നമ്മുടെ സൈൻ ചെയ്ത് വാങ്ങിച്ചു, ഇവർ കൊണ്ടുപോയി അത് അവർ ഡോക്യുമെൻറ്റ് ചെയ്യിച്ചോളും. അല്ലെ വിരൽ പതിപ്പിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അവിടെ പോയി നിൽക്കണം. ഞങ്ങൾക്ക് ആ കൂടി ഡോക്യുമെൻറ്റേഷൻ എടുത്ത ഒരു 30 മിനിറ്റ്. നമ്മുടെ സമയം ചോദിച്ച് എപ്പോഴാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ വന്ന് വീട്ടിൽ വന്ന് സൈൻ ചെയ്യിച്ചുകൊണ്ട് പോയി. ആ കൂടി ആധാരമെഴുത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ എല്ലാം കൊണ്ട് സമയം എടുത്തതാണ്. ബാക്കി ഡോക്യുമെൻ്റ് എല്ലാം അവരതിന് ശേഷം കൊടുത്തന്നു. പിന്നെ ചാവി നമ്മുടെ ഏജൻറ്റ് നമ്മളെ കൊണ്ട് തരികയും ചെയ്തു. ഇതാണ് ടോട്ടൽ പ്രൊസീജിയർ നടക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസ്. 8,10,000 നമ്മൾ ഈ വീട് വാങ്ങിച്ചത്. പക്ഷേ $10,000 ലാസ്റ്റിൽ കുറച്ച് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മളുണ്ടായിരുന്നു. പ്ലംബിങ്ങിൻ്റെയും മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവരത് ക്ലോസിംഗ് കോസ്റ്റ് ഉണ്ട്, എസ്ക്രോയുടെ മറ്റ് ഡോക്യുമെൻറ്റേഷനും എല്ലാം കൂടെ 10,000 തൊട്ട് 15,000 രൂപ വരെ വരും. അതിൽ അവർ 10,000 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ടോട്ടൽ നമുക്ക് അയക്കുന്നത് $8,00,000. 5.25% നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. വീടിൻ്റെ എല്ലാം അടിയിൽ ഇതുപോലത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഈ പ്ലംബിംഗ് സിസ്റ്റം എല്ലാം അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ പോയി അവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. വലിയ മൊത്തം ഈ വീടിൻ്റെ ബോട്ടത്തിൽ മൊത്തം ഇതുപോലത്തെ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇത് പണിയുന്നത്. അല്ലെങ്കിൽ വീട് കുത്തിപ്പൊളിക്കേണ്ടി വരും. ഗ്രീൻ കാർഡൊന്നും അല്ലെ സിറ്റിസൺഷിപ്പ് ഒന്നും ആവശ്യമില്ല. വെറും വിസയിൽ തന്നെ വീട് വാങ്ങിക്കാം. ഞങ്ങളും വിസയിലാണ്. ഇനി പാല് കാച്ചിൻ്റെ വീഡിയോ വരുന്നുണ്ട്, കൂടാതെ നമ്മുടെ കുക്കിംഗ് വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ ബാക്കിയാടി സ്ഥലം കൊണ്ട് ഇഷ്ടം പോലെ മീനൊക്കെ ക്ലീൻ ചെയ്യാനുള്ള അതും വരുന്നുണ്ട്. പുതിയ ഗ്രില്ലൊക്കെ വാങ്ങിക്കുന്നുണ്ട്. വിശാലമായിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യണം. അതിനകത്ത് ഇതല്ലാത്ത പല വീഡിയോകളും നമ്മൾ ഇടുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു വീഡിയോകളും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അടുത്ത വീഡിയോയിൽ പുതിയൊരൈറ്റമാണ് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.